ഒരു ദിവസം 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ നമ്മൾ ഏകദേശം ചെറിയൊരു സമയം നമ്മൾ ഉറങ്ങാറുണ്ട്. ഈ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുന്നേറ്റാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരു ചെറിയൊരു മെന്റൽ എക്സസൈസ് ആയിരുന്നു നിങ്ങൾക്ക്. അതായത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ലോകത്തിലേക്കാണ് വരുന്നതെന്ന് എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഈ സ്വപ്ന ലോകത്ത് നമുക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. നമ്മൾ സ്വപ്നമാണ് കാണുന്നില്ല. നമ്മൾ വേറൊരു ലോകത്താണ് നമ്മൾ ഈ സ്വപ്നത്തിൽ കൂടെ നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നത്. ശരിയല്ലേ? ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നത് ഈ പറഞ്ഞ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു റിയാലിറ്റിയിൽ വന്ന പോലെ നമുക്ക് ഫീൽ ആകുന്നില്ല. കാരണം ഇത് ഭയങ്കര എല്ലാം ഫെമിലിയറായ പ്ലേസാണ്. നമ്മുടെ ഈ പറഞ്ഞ റിയാലിറ്റി വളരെ ഫെമിലിയറായ പ്ലേസാണ് നമുക്ക്. ഈ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ സ്വപ്നത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അത് നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഡിനൈ ചെയ്യാൻ കഴിയില്ല. ഈ സ്വപ്നത്തിൽ നടക്കുന്നതും ഈ ലോകത്ത് നടക്കുന്നതും ഈ റിയൽ വേൾഡ് നടക്കുന്നതും ഒരേപോലെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഉണരുന്നത് ചെറിയൊരു കുഞ്ഞിൻ്റെ രൂപത്തിലാണെങ്കിലോ ഒരു കുഞ്ഞായിട്ടാണ് ജനിക്കുന്നെങ്കിലോ എങ്ങനെയായിരിക്കും? അപ്പോൾ ആ വ്യക്തി മരിക്കുകയാണോ അല്ലെങ്കിൽ ഉറങ്ങുകയാണോ? ഈ ഒരു ചോദ്യം വളരെ പ്രശസ്തമായ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സൈക്കിൾ ഓഫ് റീബർത്ത് എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ റിലീജിയസ് ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. ഈ സൈക്കിൾ ഓഫ് എപ്പോഴും മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ എല്ലാ ദിവസവും മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നു, നമ്മൾ പിറ്റേ ദിവസം പുതിയൊരു ലോകത്തേക്ക് ജനിച്ചു വരികയാണ്. ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് കുറച്ച് കാമാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതിപ്പോൾ വലിയ അറിയാനൊന്നുമില്ലല്ലോ, ഇതിപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ? ശരിയാണ്, അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇമോഷണൽ, നമ്മുടെ സൈക്കോളജിക്കൽ മെൻ്റൽ ഇമോഷൻ ഫസ്റ്റ് ഇന്നർ വേൾഡ് നമ്മൾ കാമാക്കണം, നമ്മൾ ക്വയറ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ആ ഒരു സെൻസ് ഓഫ് കൺട്രോൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചില ടൂൾസ് നമ്മൾ യൂസ് ചെയ്യണം. ഈ ടൂൾസ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ, നമ്മളെന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു കോൺഷ്യസ്, ഈ ഒരു ബോധത്തിന് നമ്മൾ കുറച്ചൊരു ക്ലാരിറ്റിയിൽ മനസ്സിലാക്കുന്നതാണ്. ഈ ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആക്ഷൻസ് എടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റായ വിജ്ഞാനം, അതിന് കൂടുതലുള്ള ശേഷം നമ്മൾ കറക്റ്റായ ആക്ഷൻസ്, ഇതാണ് നമ്മളെ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇന്നർ വേൾഡ് ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുക്കേണ്ട, ചെയ്യേണ്ട, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പല ലോകങ്ങൾ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. സ്വപ്ന ലോകം 8 മണിക്കൂർ നമ്മൾ കഴിഞ്ഞു. ഈ ഉറക്കത്തിൽ നമ്മൾ പല സ്വപ്നങ്ങൾ കണ്ടു. സ്വപ്നമില്ലാത്ത സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കുന്ന എന്താണ്? ഈ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെയുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻറ്റിഫിക്കലി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തിരാം. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഉറങ്ങി എഴുന്നേറ്റ് പാടനെ ഫോൺ എടുത്ത് നോക്കി നിങ്ങൾ ലോകം മാറാൻ പാടില്ല. ഇതൊരു വിർച്വൽ വേൾഡാണ്. നമ്മൾ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ വേൾഡാണ്. ഞാൻ പല ലോകങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ ഏകദേശം ഇഷ്ടംപോലെ ലോകങ്ങളുണ്ട്. അതിൽ ഒരു വേൾഡാണ് വിർച്വൽ വേൾഡ്. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷൻസിന് റോളർ കോസ്റ്റർ പോലെ പോയി പോകും. അതിന് മുൻപായിട്ട് ഫസ്റ്റ് നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 2 മിനിറ്റ് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ജസ്റ്റ് ബ്രീത്ത് ഫോക്കസ് ചെയ്യാന്നൊക്കെ പറയും പല രീതിയിലെ മെഡിറ്റേഷൻ പ്രാക്ടീസിൽ. അതിലൊന്നും ചെയ്യാതെ ജസ്റ്റ് കണ്ണ് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. ആ ഒരു ശീലം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു 1%, കഴിഞ്ഞ വീഡിയോ ഞാൻ 1% എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് മാത്രമേ എക്സസൈസ് ചെയ്യാന്നുള്ളത്. ഇത് 2 മിനിറ്റാണ് ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ. ഈ പറഞ്ഞ കണ്ണ് ക്ലോസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളത്. ഉറങ്ങി എഴുന്നേറ്റ് പാടുന്ന കിടന്നിടത്തല്ല, ഇരുന്നിട്ടായിരിക്കും നിങ്ങളിത് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളിരിക്കുക. ഈ കണ്ണടച്ച് ഇരിക്കുക എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് കിട്ടിയ, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സംഭവങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഹാപ്പിയായ രീതിയിൽ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബ്ലെസ്സിങ്സിൽ ഒന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ആരോഗ്യം. ഞാൻ പറയുന്നത് നിങ്ങൾ കൈയും കാലും കണ്ണും മൂക്കും ചെവിടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. എന്തൊക്കെ അവയവങ്ങളാണ് നിങ്ങൾക്കുള്ളത് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഹാപ്പിയാണ്. താങ്ക് യു ഫോർ ദിസ് പെർട്ടിക്കുലർ ഹെൽത്ത്. എനിക്ക് ഇത്രയും നല്ല ആരോഗ്യമുള്ളതിന് നന്ദി. ജസ്റ്റ് നിങ്ങൾക്ക് ദൈവത്തിനെ വിളിച്ച് നന്ദി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നന്ദി എന്ന് പറയാം. ദാറ്റ്സ് ഓക്കെ. എന്നതിന് ശേഷം രണ്ടാമത് നിങ്ങൾക്ക് ഏതൊക്കെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവർ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, അവർ ജീവിച്ചിരിക്കുന്ന കാരണത്താൽ കൊണ്ട്, അവർ ഹെൽത്തി ആയി നിൽക്കുന്ന കാരണത്തിൽ നിങ്ങൾ അതിനോട് ജസ്റ്റ് നന്ദി പറയാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ കുറേ കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും. നമ്മൾ ഓരോ തവണ ഈ പറയുന്ന രീതിയിൽ താങ്ക് യു പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ അറിയില്ല നമ്മൾ എന്തിനാണ് താങ്ക് യു പറയുന്നത്. ഇതൊരു മസിലാണ്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മസിൽ എന്ന് പറയുന്ന മസിൽസിനെ നമ്മൾ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല, രണ്ടാമത്തെ ദിവസം ചെയ്താൽ ഒന്നും തോന്നില്ല, മൂന്നാം ദിവസം ചെയ്താൽ ഒന്നും കഴിയില്ല. നമ്മൾ നോക്കുന്നത് ലോങ് ടേമിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം നിങ്ങൾ ഈ 1% എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ 38% നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് -3% ആണ് നിങ്ങളെ ഗ്രോത്ത്. ഈ പറഞ്ഞ 1% നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 38% എഫേർട്ടാണ്.
അപ്പോൾ ഇതിനെ വളരെ ചെറുതാക്കി നിങ്ങൾ കളയരുത്. വെറുതെ നിങ്ങൾ അരമണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനും പാടില്ല. ദയവ് ചെയ്ത് 2 മിനിറ്റിന് മേലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. 5 മിനിറ്റിന് മേലെ പോവുകയാണെങ്കിൽ ഐ വുഡ് സേ യു ആർ ഡൂയിങ് റോങ്, യു ആർ നോട്ട് ഡൂയിങ് റൈറ്റ്. ഞാൻ എന്തിനാണ് പറയാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം 5 മിനിറ്റ് ചെയ്തു തരും, പിറ്റേ ദിവസം നിങ്ങൾ ഒന്നും ചെയ്യാതെയാകും. അതല്ല, ചിലപ്പം മെഡിറ്റേഷൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അതിനെ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ തുടങ്ങിയിട്ട സംഭവമായിരുന്നു. 2 മിനിറ്റാണ് എൻ്റെ റൂള്. 2 മിനിറ്റ് ഞാൻ കണ്ണടച്ച് ഇരിക്കുന്നുള്ളതായിരുന്നു എൻ്റെ റൂള്. ചില സമയം നല്ല മൂഡായിരിക്കും, ചിലപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് എക്സ്ട്രാ ചെയ്യും. ചില ദിവസം എനിക്ക് തീരെ മൂഡുണ്ടാവില്ല, ആ സമയത്ത് ഞാൻ ചെയ്യും 2 മിനിറ്റ് തന്നെ ഫോക്കസ് ചെയ്യും. ഞാൻ അതിൻ്റെ കുറേ മുന്നത്തെ കാലമാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വേറൊരു ലെവലിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഞാൻ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയ സമയത്ത് എല്ലാത്തിനും ഒരു പ്രിൻസിപ്പിൾ, ഒറ്റ പ്രിൻസിപ്പിൾ ഞാൻ കൊണ്ടുവന്നത്. ഏത് കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ ഒരൊറ്റ പെർസെൻറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരൊറ്റ പെർസെൻറ്റേജ് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ ചെയ്യുന്നിരിക്കും. ദാറ്റ് ഈസ് ഡൺ. അപ്പോൾ ഈ പറഞ്ഞ 365 ദിവസം ചിലപ്പോൾ നിങ്ങൾ ഒരു 10 ദിവസമൊക്കെ നിങ്ങൾ കട്ടായി പോയിണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗ്രോത്ത് ഹൈപ്പർ ഗ്രോത്ത് ആണ് ഒരു 5 വർഷം കഴിഞ്ഞാലൊക്കെ. അപ്പോൾ ഈ 1% ഇന്നർ വേൾഡിനെ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് എഫർമേഷൻ എന്ന് പറഞ്ഞ സംഭവം. നിങ്ങൾക്ക് കിട്ടിയ ഹെൽത്തിനെ പറ്റി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുക, നിങ്ങൾക്ക് കിട്ടിയ ഫാമിലിനെ പറ്റി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുക, നിങ്ങൾ നിൽക്കുന്ന എൻവയോൺമെൻറ്റ്, നിങ്ങൾക്ക് കിട്ടിയ ഷെൽട്ടർ, നിങ്ങൾക്ക് കിട്ടിയ ക്ലോത്തിങ്, നിങ്ങൾക്ക് കിട്ടിയ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ ഓൾറെഡി ഉണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ നന്ദി അറിയിക്കുക. ഇതൊരു മസിലാണ്. ആ ഒരു മെൻറ്റൽ മസിൽ നിങ്ങൾ വളർത്താൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. ഇതാണ് ഈ 1% എഫേർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 24 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു ലെറ്റ്സ് സേ 6 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങൾ 10 മണിക്ക് തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്ന ഒരാളാണെങ്കിൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. പിന്നീട് ആണ് നമ്മൾ ഫിസിക്കൽ എക്സസൈസ്. നമ്മൾ 1 മിനിറ്റ് എക്സസൈസ്, 1 മിനിറ്റ് മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ പറഞ്ഞ 2 മിനിറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞു, 1 മിനിറ്റ് വർക്കൗട്ട്. എത്ര ഈസിയാണ്, ശരിയല്ലേ? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റിയിൽ നിങ്ങൾ കിടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാത്തിനെയും നിങ്ങളൊന്ന് അവെയറായി നിൽക്കുക. സാധാരണ രീതിയിൽ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളൊന്നും ബോധവാനായി പോകുന്നു, ഭക്ഷണം കഴിക്കാൻ തിരിച്ചു വരുന്നു. എല്ലാത്തിനെയും ഒരു സെൻസ് ഓഫ് അവെയർനെസ്സിൽ നിങ്ങൾ അവെയർനെസ് കുറച്ചുകൂടി കൂട്ടുക. നിങ്ങൾ കുറച്ചുകൂടി ബോധവാനായ കാര്യങ്ങൾക്ക് കിടക്കുക. പിന്നെ എല്ലാ ദിവസവും ഇൻട്രാക്ഷൻസ്, പല മനുഷ്യരായിട്ട് പല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലൊക്കെ നിങ്ങളൊരു ജസ്റ്റ് ഒരു മൊമെൻറ്റ്, ചെറിയ ബ്രേക്കുകൾ ഇതിനിടയ്ക്ക് എടുക്കുക. വെറുതെ കയറിങ്ങനെ സംസാരിക്കാതെ ചെറിയ ബ്രേക്കുകൾക്ക് അതിനിടയിൽ എടുക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെന്ന് പറയുന്നൊരു ബോധം നിങ്ങൾ അതിലൊക്കെ സംഭവിക്കുന്നത് അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ്. വിച്ച് മീൻസ് നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യണം, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഏതൊക്കെ ലോകത്തിൽ കൂടി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സോഷ്യൽ എത്തിക്കൽ ലോകത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് അവെയർ ചെയ്യുക. അത് മാത്രമാവും നിങ്ങൾ അവയർനെസ് ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ചെറിയ ശതമാനം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും ഏതെങ്കിലും കാര്യത്തിൽ. ഇല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. അപ്പോൾ അതൊരു ഇൻ്റലക്ച്വൽ വേൾഡാണ് എന്ന കാര്യം മാത്രം നിങ്ങൾ ഓർത്തെടുക്കുക. പിന്നെ നിങ്ങൾ നടന്നു പോകുന്ന വഴികളുണ്ടാവും, അല്ലെങ്കിൽ യാത്ര ചെയ്തു പോകുന്ന കവലകളുണ്ടാവും. ആ സ്ഥലത്ത് കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ നേച്ചുറൽ വേൾഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോട്ട് മാത്രം നിങ്ങൾ മനസ്സിൽ വരുത്തുക. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ, ഇതിൽ കാണുന്ന ആൾക്കാർ ചിലപ്പം നല്ല വിശ്വാസികളായിരിക്കും, റിലീജിയസ് ആയിരിക്കും. നിങ്ങൾ ഓരോ തവണ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത്, ഏത് സമയത്തായാലും ഒരു മൊമെൻറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുക, ഞാനിപ്പോൾ ഒരു സ്പിരിച്വൽ വേൾഡിലാണ്. അപ്പോൾ ആ രീതിയിൽ ഓരോ തവണ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ലോകത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസ് ഈ വീഡിയോയിൽ കൂടി എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്.